ക്കുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു എന്തായാലും വാങ്കഡയിൽ വന്ന് കാഴ്ച. ഇനി അടുത്ത കളി ഇനി ചെന്നൈയിലാണ് കളിക്കേണ്ടത്. അവിടുത്തെ സ്പിൻ പിച്ചിൽ പോയിട്ട് ഇനി എന്തോ കാണിച്ചു വെക്കുമെന്ന ഒന്നും മനസ്സിലാവുന്നില്ല. എന്നാലും നല്ല മുംബൈ ഒരു ഗ്രിപ്പി ആയിട്ടുള്ള ഒരു പിച്ചാ കൊടുത്തത്. ആ ഗ്രിപ്പി ആയിട്ടുള്ള പിച്ചിൽ കിടന്നങ്ങ് ഉരുളുമായിരുന്നു പറയേണ്ടിയിരിക്കുന്നത് SRHന്റെ ബാറ്റിംഗിലായിരുന്നു. പ്രത്യേകിച്ച് ട്രാവസ് തുള്ളയുടെ കാര്യം ഒന്നും പറയണ്ട. ഇന്നത്തെ സ്ട്രൈക്ക് റേറ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ 96 റൺസിന്റെ സ്ട്രൈക്ക് റേറ്റ് ആണ് ട്രാവസ് ഹെഡിനുള്ളത്. വളരെ റെയർ ആയിട്ട് അങ്ങനെ കാണാൻ കഴിയത്തുള്ളൂ. ട്രാവസ് ഹെഡിന്റെ സ്ട്രൈക്ക് റേറ്റ് 96 റൺസ് എന്നൊക്കെ പറയുവാണെങ്കിൽ ഏകദേശം 29 ബോൾ കളിക്കുന്നു, 28 റൺസ് എടുക്കുന്നു. വളരെ 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 ദയനീയമായ ഒരു പെർഫോമൻസ് ആയിരുന്നു. അവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. അവിടെ കിടന്ന് എഴഞ്ഞ് തുഴഞ്ഞ് പിടിച്ച് എങ്ങനെ ആ ഒരു 3-4 ഒക്കെ അടിച്ചു കൂട്ടി. എന്നിട്ട് ഒരു ഫ്രീ ഹിറ്റിൽ ഒരു ക്യാച്ച് കൊണ്ട് കൊടുക്കുന്നു, പിന്നെയും ക്യാച്ച് കൊണ്ട് കൊടുക്കുന്നു. വളരെ വളരെ മോശം ഒരു പെർഫോമൻസ് ആയിരുന്നു പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ഗ്രിപ്പി ആയിട്ടുള്ള ഒരു ബൗൺസി ആയിട്ടുള്ള ഒരു പിച്ചിലൊക്കെ വരുമ്പോഴത്തേന് ട്രാവസ്തുള്ള എക്സ്പോസ് ആവുമെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ ഇന്ന് എക്സ്പോസ് ആയെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ SRHന്റെ ഫുൾ ബാറ്റിംഗ് ഓർഡർ ഇന്ന് എക്സ്പോസ് ആയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ മുംബൈയുടെ പരിശോധിക്കുകയാണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് ഇന്ന് ബാറ്റ് കൊണ്ടായാലും ബോൾ കൊണ്ടായാലും കാഴ്ചവെക്കാൻ എന്തായാലും മുംബൈക്കായി. പ്രത്യേകിച്ച് ഹാർദിക് പാണ്ഡ്യയുടെ ഒരു ക്യാപ്റ്റൻസി ഇന്ന് വിസിബിൾ ആയിരുന്നു എല്ലായിടത്തും. ബോളിംഗ് റൊട്ടേഷൻ ആണെങ്കിലും ഫീൽഡിംഗ് പ്ലേസ്മെന്റ് ആണെങ്കിലും എല്ലാം നല്ല മനോഹരമായിട്ട് എന്തായാലും ഹാർദിക് പാണ്ഡ്യ ഇന്ന് എല്ലാം കൈകാര്യം ചെയ്തു. നല്ലൊരു മനോഹരമായ ഒരു ക്യാപ്റ്റൻസി എന്തായാലും ഹാർദിക് പാണ്ഡ്യ ഇന്ന് എന്തായാലും കാഴ്ചവെച്ചു. നല്ല സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് നമുക്ക് മാച്ച് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്ത SRH 162 റൺസ് എടുക്കുന്നു. മറുപടി ബാറ്റിങ്ങിന് വന്ന മുംബൈ ഏകദേശം 18 ഓവറിൽ ആ സ്കോർ ചേസ് ചെയ്തു. 4 വിക്കറ്റ് അവശേഷിക്കും. സൂപ്പർ നല്ലൊരു പെർഫോമൻസ് എന്തായാലും കാഴ്ചവെച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ടോസ് ലഭിച്ച എന്തായാലും ഹാർദിക് പാണ്ഡ്യ ഇവരെ ബാറ്റിങ്ങിന് പറഞ്ഞയക്കുമായിരുന്നു. ഒരു സ്ലോ ആയിട്ടുള്ള പിച്ച് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടാണ് വന്നുകൊണ്ടിരുന്ന ബോൾ. അതുപോലെ തന്നെ ബോൾ നല്ല രീതിയിൽ ഗ്രിപ്പും ചെയ്യുന്നുണ്ടായിരുന്നു. SRHന്റെ ബാറ്റ്മാൻമാർ അമ്പേ പരാജയമായി പോയെന്ന് പറയേണ്ടത്. ഗ്രിപ്പി ആയിട്ടുള്ള ഒരു പിച്ചാണെങ്കിലും നല്ലൊരു ബൗൺസി ആയിട്ടുള്ള ഒരു പിച്ചിൽ ഫാസ്റ്റ് ബോളർമാർക്കെതിരെ നോക്കുവാണെങ്കിൽ ഇവർ വളരെ ദയനീയമായ ഒരു പെർഫോമൻസ് ആയിരുന്നു. സ്പിന്നർമാർക്കെതിരെയും ഫാസ്റ്റ് ബോളർമാർക്കെതിരെയും ദയനീയമായ ഒരു പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചതെന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ മുംബൈയുടെ പെർഫോമൻസ് നോക്കുമെങ്കിൽ ബുംറ എന്നാ മനോഹരമായി ബോൾ ചെയ്യുന്നത്. എന്നാലും ഇഞ്ചുറിയിൽ നിന്ന് ഫുള്ളി റിക്കവർ ആയിട്ടില്ല. എന്നാലും ഇന്ന് റണ്ണ് വിട്ടുകൊടുക്കാൻ വളരെ പിശുക്കുന്ന ഒരു ബുംറയെ നമ്മൾ കണ്ടത്. മനോഹരമായ ഒരു ലോ ഫുൾ ടോസിലൂടെ ഹെൻറി കാൾസന്റെ കുറ്റിയും പറഞ്ഞയച്ചു. എന്നാൽ ആ പുള്ളിയുടെ വിക്കറ്റ് എടുത്ത് അവിടെ മനോഹരമായിരുന്നു. എങ്ങനെയാലും ഒരു 20 റൺസോളം ആ ബുംറയുടെ ആ ഒരു വിക്കറ്റ് ടീമിന് സേവ് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞു, വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയുന്നത്. ഹെൻറി കാൾസന് വളരെ അപകടകാരിയായിട്ട് അവിടെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. 18ാമത്തെ ഓവർ ദീപക് ചഹാറിനെ എടുത്തിട്ട് അടിയായിരുന്നു പറയുന്നത്. ഏകദേശം 2 6ഉം 2 4ഉമാണ് ആ ദീപക് ചഹാറിനെ ആ ഓവറിൽ എന്തായാലും ഹെൻറി കാൾസൺ അടിച്ചത്. എന്തായാലും ആ ഒരു വിക്കറ്റ് വളരെ ഇമ്പോർട്ടന്റ് തന്നെയായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. നല്ല മനോഹരമായിട്ട് എന്തായാലും ബുംറ അവിടെ ബോൾ ചെയ്തു എന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ മുംബൈയുടെ പഴയ ക്യാപ്റ്റൻ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പുള്ളി നല്ല ഫോമിലാണ്, അല്ലെങ്കിൽ 50 എടുക്കും 70 എടുക്കും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും. എന്നാൽ പുള്ളി പറയുന്നത് ഇപ്പൊ എടുക്കും, ഞാൻ പൊളിക്കണം, 50 റൺസ് ഒക്കെ എടുക്കണമെങ്കിൽ ഈ പ്രാവശ്യം പൊളിക്കണം, ഞാൻ കൂടി